ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം അങ്ങനെ കുറേ നാൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ചധികം നാൾക്ക് ശേഷം തമിഴിൽ നിന്ന് നല്ല കിഡിലോസ്കി ആയിട്ടൊരു ഫാമിലി ഫീൽ ഗുഡ് പടം കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതേ ഗൈസ് ഞാൻ പറഞ്ഞു വരുന്നത് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന പടത്തിനെ കുറിച്ചാണ്. മെയ് 1 തീയതിയാണ് പടം ഇറങ്ങിയത്. റെട്രോയുടെ കൂടെ ഒക്കെ തന്നെയാണ് ഈ പടം ഇറങ്ങിയത്. സോ റെട്രോ കാണാനുള്ള ആവേശം, അല്ലെങ്കിൽ ഹിറ്റ് 3 കാണാനുള്ള ആവേശം, അല്ലെങ്കിൽ തണ്ടർബോൾട്ട് കാണാനുള്ള ആവേശം, അതൊക്കെ കാണാനുള്ള ആവേശം കാരണം എനിക്ക് ഈ പടം കാണാൻ ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല. ബട്ട് ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഞാൻ ലേറ്റായി, അല്ലെങ്കിൽ എന്തേ ഞാൻ ഈ പടം കാണാൻ ഇത്രയധികം ലേറ്റായി എന്നുള്ള ഒരു ഫീലാണ് ഗൈസ് എനിക്ക് തോന്നിയത്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അഭിഷൻ ജീവന്ത് എന്ന് പറഞ്ഞ ആളാണ്. ഐ തിങ്ക് പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. ബ്രില്യൻ സ്റ്റോറി ആൻഡ് ബ്രില്യൻ ഡയറക്ഷൻ. പടത്തിനകത്ത് കാസ്റ്റ് എന്ന് പറയുമ്പം എം ശശികുമാർ ഉണ്ട്, പിന്നെ സിമ്രൻ ഉണ്ട്, മിഥുൻ ജയ് ശങ്കർ. ഈ മിഥുൻ ജയ് ശങ്കർ എന്ന് പറയുന്നത് നമ്മുടെ ആവേശത്തിനകത്ത് നമ്മുടെ ബിബിൻ മോനെ, എടാ മോനെ നീ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്ന ആ അമ്മയുടെ മകൻ ഉണ്ടല്ലോ, ആ പയ്യനാണ്. കമലേഷ് എന്ന് പറയുന്നൊരു ചെറിയ പയ്യനുണ്ട്, വേണം കിടുക്കൻ കിടുക്കൻ എന്ന് കിടുക്കൻ. പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യെസ് ഗൈസ്, ഒരു ഫാമിലി പടമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങളുടെ ഒരു 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 എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ആസ്വാദനത്തെ അത് ബാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഉള്ള നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെയൊക്കെ അവരുടെ ബാധിക്കും. ചെറിയ കഥ, ചെറിയ പടം, എന്നാലോട്ട് നല്ല നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു നല്ല പടമാണ് ഗൈസ്. അത് ശശികുമാറിൻ്റെ പെർഫോമൻസ്, സിമ്രൻ്റെ പെർഫോമൻസ്, പിന്നെ നമ്മുടെ ബിബിൻ മോൻ്റെ, അവനും ശശികുമാറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ സീനുണ്ട്, ഒരു ഇമോഷണൽ കോൺവെർസേഷൻ സീനുണ്ട്, തകർത്ത്. അവൻ്റെ രണ്ടാമത്തെ പടമാണിത്, പക്ഷേ വേറെ ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കൊച്ചു പയ്യൻ കമലേഷ് എന്ന് പറഞ്ഞ പയ്യൻ, അത് എന്താ പറയുക, ഈ സിബ്ലിങ്സ് ഉള്ള വീടുകളിലൊക്കെ കാണും. നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള ടെൻഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ ആളാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് ഈ പയ്യൻ ഇവരുടെ ഈ ഫാമിലിയിൽ. ഗൈസ് നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത്. നല്ലൊരു തിയേറ്ററിൽ, നല്ലൊരു സ്ക്രീനിൽ, നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുക. ഞാൻ പറഞ്ഞല്ലോ, ഈ പടം അധികം ആൾക്കാരും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ മുന്നേ ഉണ്ടായിരുന്ന ആ പടങ്ങളുടെയൊക്കെ അതിരിച്ചിരി വലിയ പടങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലോയിലങ്ങ് ഈ പടം താന്നു പോയിട്ടുണ്ട്. മലയാളത്തിലെ ഹോം മൂവി ഉണ്ടല്ലോ, ഹോം മൂവിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലേ, എക്സാക്ട്ലി അതേ ഒരു ഫീല് അല്ലെങ്കിൽ അതേ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ പടം കാണുമ്പോഴും കിട്ടുന്നത്. ഇതിനകത്ത് കാണിച്ച ഒരു കാര്യത്തിനകത്ത് അതൊരിക്കലും പോസിബിൾ അല്ല, ആ ഒരു കാര്യം മാത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ അത് മാത്രം ഞാൻ പറയാം. അതിനകത്ത് കാണിക്കുന്ന ഇവർ താമസിക്കുന്ന ഏരിയയിലെ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും നല്ല സഹകരണമാണ് ഗൈസ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പോ മറ്റേ തൊഴുത്ത് കുത്തോ അങ്ങനെയൊന്നുമില്ല ഗൈസ്. അത് വെറുതെയാണ് ഗൈസ്. അങ്ങനെ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല ഗൈസ്. നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇത്രയും നല്ല ആൾക്കാർ എന്തായാലും ഒരിക്കലും ഉണ്ടാകത്തില്ല. സോ അത് മാത്രം എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയില്ല. സോ ഗൈസ്, വൺസ് അഗൈൻ ഞാൻ പറയുവാണ്, നല്ല കിഡിലോസ്കി പടമാണ്. മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, ഒരിക്കലും മിസ്സാക്കരുത്. കിടുക്കൻ പടമാണ്, ടൂറിസ്റ്റ് ഫാമിലി. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.